എനിക്ക് സംസാരിക്കാൻ വളരെ സൗകര്യമുണ്ട്. കാരണം എന്നോട് പാട്ടിലേക്കോ കിസ്സപ്പാട്ടിൻ്റെ സൂക്ഷ്മമായ ആസ്വാദന തലത്തിലേക്കോ ഒരിക്കലും സഞ്ചരിക്കേണ്ടതില്ലെന്നും ഞാൻ ടിപ്പുവിൻ്റെ ചരിത്രത്തെ പ്രതി മാത്രം ഇടപെടലുകൾ നടത്തിയാൽ മതിയെന്നും സംഘാടകർ നേരത്തെ തന്നെ എന്നെ 2-3 തവണ വിലക്കിയിട്ടുള്ളത് കൊണ്ട് എനിക്കേറെ സൗകര്യമാണ്. ഈ പുസ്തകത്തിന്റെ ടിപ്പു സുൽത്താൻ കിസ്സപ്പാട്ടിന്റെ നെടുകയും കുറുകയും ആദ്യമധ്യാന്ത ഭംഗിയിൽ ഒന്നിലേറെ തവണ സഞ്ചരിക്കേണ്ടി വന്നിട്ടുണ്ട് എനിക്ക്. അത് എനിക്കും നാസറുദ്ദീനും അറിയാം. അതുകൊണ്ട് തന്നെ ഇതിലെല്ലാ പാഠപ്രദേശങ്ങളും ആ അർത്ഥത്തിൽ എനിക്ക് ഏറെ പരിചിതവുമാണ്. അപ്പോഴും പിന്നെ പാട്ടിനെ പ്രതി സംസാരിക്കേണ്ടതില്ല എന്ന് വന്നതിന്റെ കാരണം വീണ്ടും വരാൻ പോകുന്ന ആളുകൾ അതിന്റെ ആസ്വാദന മേഖലയെ സംബന്ധിച്ച് സൂക്ഷ്മമായി അന്വയിക്കുവാൻ പ്രാപ്തിയുള്ളവരും അത് അത്രമേൽ ഗംഭീരമായി അവർ നിർവഹിക്കുമെന്ന ഉത്തമ വിശ്വാസം ഉള്ളത് കൊണ്ടും ആയിരിക്കും. ഞാൻ അതിന്റെ മറ്റൊരു പരഭാഗത്ത് നിന്നുകൊണ്ടുള്ള ചില നിരീക്ഷണങ്ങൾ മാത്രം നടത്തി ഈ ഇടപെടലിൽ അവസാനിപ്പിക്കുവാനാണ് വിചാരിക്കുന്നത്. പലപ്പോഴും ആലോചിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് ടിപ്പു കേരളത്തിൽ അദൃശ്യവൽക്കരിക്കപ്പെട്ടത്? 4 നൂറ്റാണ്ടുകാലം, ചില്ലറക്കാലമല്ല, ഒരു നാഗരിക ജീവിതത്തിന്റെ ഒരു തലമുറ സജീവമായി ഇടപെടൽ മണ്ഡലത്തിൽ നിലനിൽക്കുന്ന കാലമാണ് 4 നൂറ്റാണ്ട് എന്ന് പറഞ്ഞാൽ. ഒരു 25 വയസ്സ് കഴിഞ്ഞ ഒരു 50 വയസ്സ് വരെ ഇതാ ഫീൽഡിൽ ഉണ്ടാവുള്ളൂ. ഈ 4 നൂറ്റാണ്ടു കാലം മലബാറിലെ സാമൂഹ്യവും നാഗരികവും സാംസ്കാരികവുമായ നാനാതരം പ്രകാരങ്ങളിൽ അവരുടെ ജീവിതങ്ങളെ സ്വാധീനിച്ച ഒരു മഹാജീവിതം എന്തുകൊണ്ടാണ് തമസ്കരിക്കപ്പെട്ടത്? അവരുടെ പാട്ടുലോകത്ത്, അവരുടെ സർഗാത്മക മേഖലകളിൽ എന്നുള്ളതാണ് പ്രധാനം. ഞാൻ എൻ്റെ കുട്ടിക്കാലം തൊട്ട് തന്നെ നിരവധി തവണ ഇത് അന്വേഷിക്കാറുണ്ട്. എൻ്റെ വാപ്പ ഇങ്ങനെ വൈകുന്നേരം സന്ധ്യക്ക് വീട്ടുകോലായിൽ ചാരുകസേലയിൽ ഇരുന്നുകൊണ്ട് ഇങ്ങനെ കവിതകൾ പാടും. അത് ആശാന്റെ ചിന്താവസ്ഥയാ സീതയാണ് എന്നും നളിനിയാണ് എന്നും വള്ളത്തോളിന്റെ സാഹിത്യമഞ്ജരിയാണ് എന്നൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ കുറെ കാലം കഴിഞ്ഞ ശേഷമാണെങ്കിലും അദ്ദേഹത്തിന്റെ പാട്ടിൽ എവിടെയും ഞാൻ ഇത് ടി ഉബൈദ് സാഹിബിന്റെ സഹപാഠി ആയതുകൊണ്ട് ഉബൈദിന്റെ പാട്ടുകളും വാപ്പ ഇങ്ങനെ പാടുമായിരുന്നു. ഇതിലൊന്നും ടിപ്പു എന്തുകൊണ്ട് വന്നില്ല എന്ന അക്കാലത്ത് തന്നെ ഒരു ഹൈസ്കൂൾ കാലങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് തന്നെ ടിപ്പു അനുരാഗാത്മകമായ ഒരു അഭിനിവേശം, അങ്ങനെയല്ല നമ്മുടെ ഒരു ടെർമിനോളജി, ഈ അനുരാഗാത്മകമായ ആത്മബന്ധവും ഒക്കെ ഉള്ളത് കൊണ്ട് ടിപ്പു എവിടെ എന്ന് സൂക്ഷ്മമായി ഞാൻ ഇങ്ങനെ അന്വേഷിക്കാറുണ്ടായിരുന്നു. പക്ഷെ എവിടെയും അദ്ദേഹത്തെ കാണുന്നില്ല. നമ്മുടെ വിരുദ്ധങ്ങളിൽ, നമ്മുടെ മധു പാട്ടുകളിൽ, നമ്മുടെ മാപ്പിളപ്പാട്ടിന് പലതരത്തിലുള്ള ആവിഷ്കാരങ്ങളിൽ ഒന്നും ടിപ്പു വരുന്നില്ല. ആരെങ്കിലും ഒരു അജ്ഞാത മൃതദേഹം എവിടെയെങ്കിലും തീരത്തണിഞ്ഞാൽ അതിനെ കൊണ്ടുവന്ന് അവിടെ മക്ബറ കെട്ടി അവർക്ക് മധു പാട്ടുകളും മാലകളും എഴുതുന്ന അത്ര സർഗാത്മകമായി സമ്പന്നരായ മനുഷ്യരാണ് നമ്മള്. എന്നിട്ട് എന്തുകൊണ്ട് ഈ 25 കൊല്ലക്കാലം ഇവിടെ ഇങ്ങനെ സജീവമായി ഇടപെടൽ നടത്തിയ ടിപ്പു അദൃശ്യവൽക്കരിക്കപ്പെട്ടു പോയി നമ്മുടെ സർഗാത്മക മേഖലകളിൽ എന്നുള്ളതാണ് എന്റെ ഒരു ആലോചന വന്നിട്ടുള്ളത്. ഞാൻ നിരന്തരം അത് ടിപ്പുവിനെ പറ്റി ഒരു കവിതയുണ്ടോ, ഒരു പാട്ടുണ്ടോ, ഒരു നാടകമുണ്ടോ, ഒരു നോവലുണ്ടോ, ഒക്കെ അന്വേഷിച്ചു എവിടെയും കണ്ടിട്ടില്ല. അവസാനം ഞാൻ ഒരു 5-6 വർഷങ്ങൾക്ക് മുമ്പ് എറണാകുളം തെരുവിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ കൂട്ടിയിട്ട പഴയ പുസ്തകങ്ങൾ ഇങ്ങനെ കണ്ടു. അപ്പം ഞാനും അങ്ങാടും ഒക്കെ അത് കണ്ട് അവിടെ നിൽക്കും. പിന്നെ ബസ് പോകുന്നതൊന്നും ഞങ്ങൾക്ക് അത്ര നിശ്ചയം ഉണ്ടാവില്ല. അവിടെ നോക്കിയപ്പോൾ അതിനൊരു സാധനം കിട്ടി. അപ്പൊ മദ്രസ വാർഷികങ്ങൾക്ക് വേണ്ടി ഒരു ഉസ്താദ് എഴുതിയ ഒരു പാഠപുസ്തകം, ചെറുത. അതിനകത്ത് ഒരു പാട്ടുണ്ട്, ഷഹീദ് ടിപ്പു സുൽത്താൻ എന്നും പറഞ്ഞു. ഞാനതെടുത്ത് അവിടെ നിന്ന് വായിച്ചു നോക്കി. അദ്ദേഹത്തെ അവിടുന്ന് കണ്ടിരുന്നെങ്കിൽ ഞാൻ അവിടുന്ന് ഒരു അടി ഞാൻ കൊടുക്കുമായിരുന്നു. അപ്പൊ എന്റെ ആരോഗ്യം ഞാൻ അപ്പൊ ശ്രദ്ധിക്കൂല. അത്ര ഗംഭീരമാണ് ആ പാട്ട് എന്നതാ ഞാൻ പറഞ്ഞത്. യാതൊരു
അപ്പൊ എങ്ങനെയാണ് ടിപ്പുവിനെ പോലുള്ള ഒരാൾ ആവിഷ്കരിക്കപ്പെടേണ്ടത് എന്നുള്ളത് നമ്മുടെ സർഗാത്മക മണ്ഡലത്തിലെ ആളുകൾക്ക് അന്ന് നിശ്ചയം പോരായിരുന്നു എന്നുള്ളതാണ്. ഞാൻ കണ്ട 1960 എഴുതപ്പെട്ട ഒരു നോവലുണ്ട്. അത് കുഞ്ഞിരാമൻ നമ്പ്യാർ എഴുതിയത്. അക്കുമത്തിനൊക്കെ അറിയാൻ മതി. അതില് വെള്ളുവക്കമ്മാരൻ എന്ന ഒരു നോവലുണ്ട്. വളരെ പഴയ നോവൽ. അതിന്റെ പുനഃപ്രകാശനം ഇപ്പൊ അടുത്ത് കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനകത്ത് ഹൈദർ മലബാറിലേക്ക് വരികയും മലബാറിൽ വന്ന് അദ്ദേഹം ഒരു നായർ യോദ്ധാവിനെ കൂടെ കൂട്ടുകയും ആ നാട്ടിൽ കൊണ്ടുപോവുകയും പിന്നെ ഹൈദറിന്റെ സൈനിക നായകനായി വന്ന അയാസ് ഖാൻ ഈ വെള്ളുവക്കമ്മാരനാണ് എന്നാണ് കഥ. അതിനെപ്പറ്റി ഒരു നോവലുണ്ട്. അതിനുശേഷം പിന്നെ വളരെ അടുത്ത കാലത്ത് വന്ന ഫറൂഖ് കോളേജിലെ ഒരു അധ്യാപികയായ ആബിദ ഹുസൈൻ എഴുതിയ നിലാക്കല്ലി എന്നൊരു നോവലുണ്ട്. നിലാക്കല്ലിലും ടിപ്പു ഉണ്ട്. പക്ഷെ നിലാക്കല്ലിലെ ടിപ്പു ഒന്നും ഒരു ടിപ്പുവേ അല്ല എന്ന ആ പുസ്തകം വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അപ്പൊ ഇങ്ങനെ അത്യപൂർവമായ ചില നിരീക്ഷണങ്ങളല്ലാതെ കവിതയിൽ എന്തുകൊണ്ട് ടിപ്പു വന്നില്ല, നമ്മുടെ കഥകളിൽ വന്നില്ല, ഏറ്റവും ചുരുങ്ങിയത് മാപ്പിളപ്പാട്ടിലെങ്കിലും ടിപ്പു വന്നില്ല എന്നുള്ളത് നമ്മുടെ മദഹ് പാട്ടുകളിൽ, നമ്മുടെ മാലപ്പാട്ടുകളിൽ, നമ്മുടെ വിരുത്തങ്ങളിൽ, ഒപ്പനപ്പാട്ടുകളിൽ ഒക്കെ ഇതിനകത്ത് വന്ന 100 കൊല്ലം മുമ്പ് നമ്മുടെ നഫീസത്തുമാരെ ബിസ്മിയും ഹംദും സ്വലാത്തും നൽസലാമും പിന്നെ വിള്ളിനെ ഫീസത്ത് മാല ഞാൻ തുടങ്ങിയിടുന്നേ. 100 കൊല്ലായിട്ടേ ഉള്ളൂ. അവിടെ ഉള്ള ഒരാള് ഇവിടെ മദഹ് എഴുതുകയാണ്. ഇങ്ങനെയുള്ള പാട്ടുകളിൽ ഒന്നും എന്തുകൊണ്ടാണ് ടിപ്പു വരാതെ പോയത് എന്നുള്ള ഒമാനൂർ ശോഹതാക്കള് തുടങ്ങിയിട്ടുള്ള മുനമ്പം ബീവി, പൊന്നാണി ഉള്ള ആളുകള് ഇങ്ങനെയൊക്കെയുള്ള ഒരു പടി ഉണ്ടായിട്ട് എന്തുകൊണ്ട് ഇത് വലിയൊരു പ്രശ്നമാണ്. അപ്പോ ആ ഒരു അഭാവമാക്കപ്പെടലിന്റെ ഒരു കാരണം എനിക്ക് ഇപ്പൊ എന്റെ മോളെ കല്യാണം കഴിച്ചിരിക്കുന്നത് കോട്ടയത്തേക്കാണ്. അപ്പൊ ഞാൻ അവിടെ പോകുമ്പോ അവര് പറയും, മാഷെ ഒരു രക്ഷയില്ല, ഇവിടെയുള്ള മിക്കവാറും ആയ ആളുകളുടെ വീടുകളിലൊക്കെ പട്ടിയെ പോറ്റുന്നുണ്ട്. ആ പട്ടികൾക്കൊക്കെ ഇട്ട പേര് ടിപ്പു എന്നാണ്. അവര് അത് വളരെ വിപുലമായ തോതിൽ തിരുവിതാംകൂർ ഭാഗങ്ങളിലും തിരുക്കൊച്ചി ഭാഗങ്ങളിലും ഇത് നടക്കുന്നുണ്ട്. മലബാറിൽ ഇത് എന്തുകൊണ്ട് അഭാവമായി എന്നുള്ളതാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. അപ്പൊ അതിനകത്ത് അതേസമയം പഴശ്ശിയുണ്ട്. 1799 അവസാന മൈസൂർ യുദ്ധത്തിൽ ടിപ്പുവിനെതിരെ പട നയിച്ച സംഘങ്ങളിൽ ഉള്ള ഒരാളാണ് പഴശ്ശി പറ്റി മനോഹരമായ പാട്ടുകളും കവിതകളും ഉണ്ട്. പഴശ്ശി രാജാവേ പരമധൈര്യമേ പടവാൾ എന്നോടെ തുരുമ്പ് തൂക്കുക, എവിടെ കൈതരി എവിടെ കണ്ണകി എവിടെ നീലിതൻ പൊരിഞ്ഞ പെൺപടോ എന്നുണ്ട്. ദീർഘമായ ഖണ്ഡകാവ്യമാണ്. അതിൽ പഴശ്ശി അങ്ങനെ ഉടലെടുത്തു നിൽക്കുന്നുണ്ട്. പഴശ്ശി എന്തിനാണ് പടക്ക് പോയതെന്നും പട കഴിഞ്ഞ അവസാനം എന്താണ് പഴശ്ശിക്ക് സംഭവിച്ചതെന്നും എന്തിനാ പോയതെന്നും ചരിത്രത്തിലുണ്ട്. പക്ഷെ അത് അഭാവമാകുകയും പഴശ്ശി ഇങ്ങനെ വളരെ ഗംഭീരമായി നമ്മുടെ സർഗാത്മക ലോകത്ത് നിലനിൽക്കുകയും ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് ടിപ്പു ഇല്ലാതെ പോകുന്നത്? കുഞ്ഞാലി മരക്കാർ എന്തുകൊണ്ടാണ് ഇല്ലാതെ പോകുന്നത്? ഭാസ്കരൻ മാഷ സിനിമയ്ക്ക് 2 പാട്ട് എഴുതിയിട്ടില്ലെങ്കിൽ കുഞ്ഞാലി മരക്കാരും ഉണ്ടാകുമായിരുന്നില്ല. കോട്ടക്കലോമന കുഞ്ഞാലിക്ക് നായരും തീയേരും ഒന്നുപോലെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ആദ്യത്തെ കപ്പലിൽ വന്നത് സോപ്പ് ചീപ്പ് കണ്ണാടി, പിന്നത്തെ കപ്പലിൽ വന്നത് തോക്ക് ചങ്ങല തുപ്പാക്കി. പിന്നത്തെ കപ്പലിൽ വന്നത് തോക്ക് ചങ്ങല തുപ്പാക്കി. ആദ്യത്തെ കപ്പലിൽ വന്നത് സോപ്പും ചീപ്പും കണ്ണാടിയുമാണെങ്കിൽ പിന്നത്തെ കപ്പലിൽ വന്നത് തോക്കും ചങ്ങലയും തുപ്പാക്കിയുമാണ് എന്ന്. അപ്പൊ ഇങ്ങനെയുള്ള ഭാസ്കരൻ മാഷിന്റെ ഇടപെടൽ ഒഴിച്ചു നിർത്തിയാൽ ഇതും ഇല്ലാതെയാകുന്നു എന്നാണ്. അത് മാത്രമല്ല കേട്ടോ, ഹൈദർ ഇല്ലാതെ പോകുന്നു, ബാബർ ഇല്ലാതെ പോകുന്നു, ഹുമയൂൺ ഇല്ലാതെ, പേരുകളിൽ പോലും ടിപ്പു സുൽത്താൻ എന്ന ഒരാൾക്ക് പേരുണ്ടോ കേരളത്തിൽ? ഒരാൾക്കുണ്ട് കേട്ടോ. ഞാൻ തെരഞ്ഞു നടന്ന അവസാനം ഞാൻ കണ്ടുപിടിച്ചു. ഒരാൾക്ക് അയാളെ വാപ്പ ടിപ്പു സുൽത്താൻ എന്ന് പേരിട്ടു. അങ്ങനെ ഒരു പേരും കൊണ്ട് മലപ്പുറത്തെ മുനിസിപ്പാലിറ്റി ഓഫീസിൽ പോയി. അവിടെ ഈ പേര് നമ്മുടെ പറ്റില്ല,
മലപ്പുറം മുനിസിപ്പൽ ഓഫീസിലെ ഈ പേര് ഇവിടെ പറ്റില്ല. അയാൾ മുനിസിപ്പൽ ചെയർമാനെയും കൂട്ടിപ്പോയിട്ട് അവിടെ പോയി ലഹള ഉണ്ടാക്കിയിട്ട് ആ പേര് എഴുതി. ആ കുട്ടിക്ക് 21 വയസ്സായിക്കൊണ്ട് അവിടെ പോളിടെക്നിക്ക് പഠിച്ചുകൊണ്ടിരിക്കുക. ഇതല്ലാതെ ഒരു പേര് എന്താ പേര് എന്ന് കുഴപ്പം? ഹൈദർ എന്ന പേരില്ല. ഹൈദർ എന്നുള്ള പേര് നമ്മൾ ഇടുന്ന എന്താ വെച്ചാൽ അത് മാപ്പിളപ്പാട്ടില് മുഹാജിറുണ്ട വാക്ക് കേട്ട് മുന്തി 3 സിംഹരാം മുന്നിലെ ഉബൈദത്തുമ്മവ ഹംസയും ഹൈദറ. ആ ഹൈദർ എന്ന് പറഞ്ഞാല് അത് അലിക്കുള്ള ഒരു കുഞ്ഞത്താണ്. അലിന്റെ പേരാ ഹൈദർ എന്ന് പറഞ്ഞാൽ മക്ക കുതിര എന്നാണ്. അപ്പൊ അലി ഉള്ളത് കൊണ്ടാണ് ഹൈദർ അലി മക്ക പേരിന്റെ കൂടെ ഉണ്ടാകുന്നത്. അതൊരു ഷിയാ സ്വാധീനത്തിന്റെ ഭാഗവും കൂടിയാണ്. ബാബർ അവിടെ ഇല്ല. ഞാൻ ഒരു പുസ്തകത്തിനകത്ത് ലേഖനം കണ്ടപ്പോ ബാബർ എന്ന് അന്വേഷിച്ചു പോയി നോക്കുമ്പോ അത് അയാളുടെ ഒരു തൂലികാനാമമായിരുന്നു. അപ്പൊ അങ്ങനെ ഹൈദർ ഇല്ല, ഹുമയൂൺ ഇല്ല. ഹുമയൂൺ കബീർ ഉണ്ട്. കേരളത്തിൽ ഇതൊന്നുമില്ല. എന്തുകൊണ്ട് ഇത് അഭാവമാകും? നമുക്ക് തന്നെ ഒരു സാംസ്കാരികമായ ഒരു 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 അപകർഷതാ ബോധം ഈ പേര് വളരെ പ്രധാനമാണ്. പേരിനോട് നമുക്കൊരു അപകർഷതാ ബോധമുണ്ട്. സ്വന്തം സാംസ്കാരിക തനതുകളോടും ചിഹ്നങ്ങളോടും പേരുകളോടും നാം പുലർത്തുന്ന അകാരണമായ ഒരു അകലമാണ് ഈ തരത്തിൽ ഇതൊക്കെ അഭാവമാവുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഈ നൂറ്റാണ്ട് കാലം ഇവിടെ നിന്ന ടിപ്പുവിനെ പറ്റിയുള്ള ഒരു ഗംഭീരമായ ഒരു ആവിഷ്കാരമാണ് നാസറുദ്ദീൻ മണ്ണാർക്കാട് ഇവിടെ നിർവഹിച്ചിട്ടുള്ളത്. എനിക്ക് തോന്നുന്നത് ടിപ്പുവിന്റെ ജീവിതത്തിൽ ഏറ്റവും ഗംഭീരമായ 4 മുഹൂർത്തങ്ങളാണ് ഉള്ളത്. അതിലൊന്ന് ടിപ്പുവിന്റെ ഹൈദർ മരിക്കുന്ന രംഗമാണ്. ഹൈദർ മരിക്കുമ്പോൾ ടിപ്പു ഉള്ളത് കേരളത്തിലാണ്. തിരൂരാണുള്ളത്. അദ്ദേഹം ആ വിവരം കിട്ടി അങ്ങോട്ട് പോവാണ്. അവിടെ എത്തിയപ്പോഴത്തേക്ക് ടിപ്പുവിന് ഒരു അനുജൻ ഉണ്ടായിരുന്നു, കരീം സുൽത്താൻ. ഒരു അനുജൻ ഉണ്ടായിരുന്നു, ആളെ പേര് കരീം സുൽത്താൻ എന്നാ. ടിപ്പുവിന്റെ പേര് തന്നെ ടിപ്പു സുൽത്താൻ എന്നാണ്. ഹൈദറിന് അറിയാമായിരുന്നു എന്റെ മോൻ രാജാവാകുന്നു. അതുകൊണ്ട് പേരിട്ടപ്പോ തന്നെ ടിപ്പു സുൽത്താൻ എന്നാ പേരിട്ടത്. അപ്പൊ ഈ കരീം സുൽത്താനെ വെച്ചുകൊണ്ട് കൊട്ടാരത്തിൽ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട്. ടിപ്പുവിനെ മറച്ചിട്ട് ഈ മന്ദബുദ്ധിയെ രാജാവാക്കിയിട്ട് ഇവർക്കൊക്കെ ഭരിക്കാൻ വന്നു. ഈ ഒരു സന്ദർഭമാണ് ടിപ്പു അനുഭവിച്ച ഏറ്റവും സങ്കീർണമായ ഒരു സംഘർഷ സന്ത്രാസ സന്ദർഭം. രണ്ടാമത്തെ ഒന്ന്, ടിപ്പു മലബാറിൽ നിന്ന് തോറ്റുപോകുന്നത്. മലബാർ കൈയൊഴിഞ്ഞു. മലബാർ അദ്ദേഹത്തെ പറ്റി വലിയ പ്രതീക്ഷകൾ മലബാറിനെ പറ്റി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. വലിയ സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു. മൈസൂരിൽ വെച്ച് നടത്താൻ കഴിയാതെ പോകുമായുള്ള അത്രയേറെ സാംസ്കാരികമായ നവോത്ഥാന പ്രവർത്തനങ്ങൾക്ക് പറ്റിയ ഒരു ദേശമാണ് മലബാർ എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അപ്പൊ അത് കൈവിട്ടു പോകുന്ന ഒരു രംഗമുണ്ട്. ആ രംഗമാണ് രണ്ടാമത്തെ ഒരു സങ്കീർണ സന്ദർഭം. മൂന്നാമത്തെ ഒരു സന്ദർഭം ബ്രിട്ടീഷുകാരുമായി അദ്ദേഹം നടത്തിയ ഒരു ഉടമ്പടിയുടെ ഭാഗമായി 2 മക്കളെ ജാമ്യ തടവുകാരാക്കി കൊണ്ടുപോകുന്ന ഒരു രംഗമുണ്ട്. അപ്പൊ ഈ മക്കളെ ഇങ്ങനെ കൊണ്ടുപോകുമ്പം ടിപ്പു ഇങ്ങനെ നോക്കുന്നുണ്ട്. കുറച്ചപ്പുറത്തേക്ക് ഈ മക്കളെ ഇങ്ങനെ തിരിഞ്ഞു നോക്കുന്നുണ്ട്. അപ്പുറത്ത് ഈ വാതിൽ പഴുതിലൂടെ ടിപ്പുവിന്റെ ഭാര്യ റക്കിയ ബാനു ഇങ്ങനെ കണ്ണുനീർ തുടച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. ആ രംഗം നിങ്ങൾ സങ്കല്പിക്കണം. ടിപ്പുവിന്റെ ഉമ്മ ഉണ്ട്. ടിപ്പുവിന്റെ ഉമ്മ ഇങ്ങനെ ഒരു മുത്തശ്ശിയുടെ എല്ലാവിധ മാനസിക വിഷമത്തോടെയും കൂടി ഈ മക്കൾ ഇങ്ങനെ ആരായി കൊണ്ടുവന്നേ നിരന്തരമായി യുദ്ധം ചെയ്ത് ടിപ്പുവിനെ ഇല്ലാതാക്കാൻ വേണ്ടി മാത്രം പണിയെടുക്കുന്ന പട്ടാള ഉദ്യോഗസ്ഥന്മാരുടെ കൂടെയാണ് ഈ മക്കൾ ഇങ്ങനെ പോകുന്നത്. അപ്പോഴും അഭിമാനിത്തോടു കൂടി വളരെ വിജുഗീഷുകളെ പോലെ ഈ മക്കൾ നടന്നു പോകുമ്പോഴും ടിപ്പു ഇങ്ങനെ നോക്കുന്ന അക്ഷോഭ്യനായി ടിപ്പു നോക്കുന്നുണ്ട്. ആ രംഗത്ത് ഇവർ രണ്ടുപേരും ഈ ഉമ്മുമ്മയും സാക്ഷിയായി നിൽക്കുന്ന ഈ രംഗം. അപ്പോൾ ടിപ്പു ഈ മക്കളെ നോക്കുന്നുണ്ട്, ഉമ്മയെ നോക്കുന്നുണ്ട്, റഖിയ ബാനു ഭാര്യയെ നോക്കുന്നുണ്ട്. ഈ ഒരു സന്ദർഭമാണ് അതിലെ മൂന്നാമത്തെ ഏറ്റവും ഗംഭീരമായ ഒരു മുഹൂർത്തം. നാലാമത്തെ ഒരു മുഹൂർത്തം അവസാന യുദ്ധത്തിന്റെ മെയ് 4, 2 മണി ആഹാരം കഴിക്കുന്ന സമയമാണ്. ടിപ്പു ആഹാരം കഴിക്കൽ ഉമ്മന്റെ കൂടെയാണ് സ്ഥിരമായിട്ട്. ഉമ്മ വലിയൊരു വീക്ക്നെസ് ആയിരുന്നു അദ്ദേഹത്തിന്റെ പരാജയത്തിന്റെ ഒരു നിരവധി കാരണങ്ങളിൽ ഒന്ന് അത് എണ്ണുന്നവരുണ്ട്.
അവർ പറഞ്ഞ പിന്നെ അപ്പുറത്തേക്ക് ടിപ്പു പോകില്ല. അപ്പൊ ഉമ്മയുടെ കൂടെ ആഹാരം കഴിച്ചിരിക്കുമ്പോഴാണ് ഈ കോട്ടകൾ പൊടിക്കുകയും ഇതൊക്കെ തകർക്കപ്പെടുകയും അന്ത്യയുദ്ധത്തിന് സമയമായി എന്ന് അദ്ദേഹത്തിന് ബോധ്യമാണ്. അപ്പൊ അദ്ദേഹം ഉടവാളുമായി തോക്കുമായി അവിടെ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. അപ്പൊ ഉമ്മയെ നോക്കി, ഉമ്മയെ ഒന്ന് ആശ്ലേഷിച്ച് ഭാര്യയെ നോക്കി അന്തിചുംബനം കൊടുത്ത് അദ്ദേഹം ഇറങ്ങി വരുന്ന ഈ 3-4 രംഗങ്ങളാണ് ടിപ്പുവിന്റെ സാമാന്യം ദീർഘമായ ഒരു അരനൂറ്റാണ്ടോളം ദീർഘമായ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഞാൻ കാണുന്ന ഏറ്റവും സങ്കീർണമായ സന്ദർഭങ്ങൾ. ഈ സന്ദർഭങ്ങളെ കവിതയിലേക്ക് ആവാഹിക്കുക എന്ന് പറഞ്ഞാൽ അത് അസാധ്യമാണ്. പദങ്ങൾ കൊണ്ട് സന്ദർഭങ്ങളെ വ്യാഖ്യാനിക്കുമ്പോൾ കവിക്ക് ഉണ്ടാവേണ്ട ഒരു പ്രധാനമായ യോഗ്യത പദങ്ങളെയും വാക്കുകളെയും അവയുടെ കേവല അർത്ഥങ്ങളിൽ നിന്ന് മോചിപ്പിക്കുകയും അവയുടെ നാനാർത്ഥങ്ങളുടെയും അനുഭവങ്ങളുടെയും അനുഭൂതികളുടെയും ഒരു മഹാസാനുവിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടു പോകാനുള്ള പ്രതിഭ അവർക്ക് കാണിക്കുവാൻ കഴിയുകയും ചെയ്യുക എന്നുള്ളതാണ്. ആ കാര്യത്തിൽ ഇദ്ദേഹത്തിന്റെ രചന സമ്പൂർണമായി വിജയിച്ചു എന്ന് തന്നെ എനിക്ക് പറയാൻ കഴിയും. ആ ഭാഗങ്ങളൊക്കെ മനോഹരമായ ആവിഷ്കാരങ്ങളിലാണ് അദ്ദേഹം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എങ്ങനെയാണ് ഈ ഒരു സന്ദർഭത്തെ കവിത കൊണ്ട് നിരന്തരം പരിഷ്കരിക്കുക? ഈ എല്ലാ അനുഭവങ്ങൾക്കും പേരുണ്ടായിരുന്നെങ്കിൽ കവിത വേണ്ടെന്ന്, എല്ലാ അനുഭവങ്ങൾക്കും പേരുണ്ടെങ്കിൽ കവിത വേണ്ടില്ലായിരുന്നു. പക്ഷെ അനുഭവങ്ങൾ അനന്യമാവുകയും അവ പ്രകടിപ്പിക്കുവാനുള്ള പദങ്ങൾ വളരെ കുറച്ചായി മാത്രമായിരിക്കുകയും ചെയ്യുമ്പോഴാണ് കവിതകൾ കൊണ്ട് ഇത് പൂരിപ്പിക്കേണ്ടി വരിക. എനിക്കിപ്പം കമറുവിനോട് സ്നേഹമുണ്ട് എന്നുള്ളതും TM-നോട് സ്നേഹമുണ്ട് എന്നുള്ളതും 2 തരം സ്നേഹമാണ്. അതിന്റെ സാന്ദ്രതയിൽ വ്യത്യാസമുണ്ട്, അതിന്റെ എല്ലാ രീതിമട്ടങ്ങളിലും വ്യത്യാസമുണ്ട്. പക്ഷെ അത് രണ്ടും സൂചിപ്പിക്കാൻ എന്റെ കയ്യിൽ സ്നേഹം എന്നൊരൊറ്റ വാക്കേ ഉള്ളൂ. ഈ വാക്ക് ആ ഒരൊറ്റ വാക്കുകൊണ്ട് ഇത് പറഞ്ഞാൽ ശരിയാവില്ല. അപ്പോഴാണ് കവിത വേണ്ടി വരിക. അപ്പോ അനന്യമായ ജീവിതാനുഭവങ്ങളെയും അനുഭൂതി മണ്ഡലങ്ങളെയും ആവിഷ്കരിക്കുവാൻ നമ്മുടെ കൈവശമുള്ള കുറഞ്ഞ വാക്കുകൾ കൊണ്ടും പദസംയുക്തങ്ങൾ കൊണ്ടും അതിനെ ആടയാഭരണങ്ങൾ അണിയിച്ച് മനോഹരമാക്കി ചന്തമാക്കി അതിനെ നമ്മുടെ മുമ്പിലേക്ക് ഇങ്ങോട്ട് നൃത്തവിന്യാസത്തോടു കൂടി നമ്മുടെ മുമ്പിലേക്ക് എത്തിക്കുക എന്ന ഒരു വലിയ ദൗത്യമാണ് കവികൾ സാധാരണ ചെയ്യുക. അത് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതിൽ പിന്നെ വേറൊരു കൗതുകം എന്താ വെച്ചാല് മാപ്പിളപ്പാട്ടിൽ 3 തരം ധാരകളുണ്ട്. പ്രധാനമായും 2 ധാരകളാണ് ഉള്ളത്. ഒന്ന് പഴയ ഒരു ധാര ഉണ്ട്, വൈദ്യരുടെ ഒരു ധാര സംഗൃത പമകരി സംഗത്തരികൃത ചിങ്കരി തരികൃത മേളം. സ്വർഗത്തിലെ ഹൂറലിങ്ങള് ഷോപ്പിങ്ങിന് പോകുന്ന രംഗമാണ്. സംഭവം അതാ മൂപ്പര് പറയുന്നത്. സംഗൃത പമകരി സംഗത്ത് ഈ പോക്ക് കണ്ടില്ല നിങ്ങള്? അതെ, ആ ഒരു സന്ദർഭമാണ്. ഇപ്പൊ നമ്മളെ കവിതയിലിപ്പോ അരവാരം തകതാളം തുള്ളി അരമണി കിങ്ങിണി കിളിപാകി ഇമകളെന്തു ഭംഗി ഇവളുടെ കവിളിനെന്തു കാന്തി എന്ന് പറഞ്ഞ സംഗതി ക്ലിയറാ. ഇങ്ങനെ അപ്പുറത്തേക്ക് ഇന്നും പറയേണ്ടില്ല. അതിന്റെ ആശയത്തിന്റെ സമ്പൂർണമായ അതിന്റെ വിന്യാസം അവിടെ വന്നു കഴിഞ്ഞു. അപ്പൊ ഈ രീതിയില് മാപ്പിളപ്പാടിന്റെ ഒരു പഴയ സ്റ്റൈലുണ്ട്, ഏറ്റവും പുതിയ മാപ്പിളപ്പാട് നമ്മളെ ജി പി പിന്നെ കുഞ്ഞബ്ദുള്ള സാഹിബൊക്കെ ഉണ്ടല്ലോ, അദ്ദേഹമൊക്കെ എഴുതുന്ന വളരെ ലളിതമായ പദങ്ങൾ, അതിനകത്ത് അങ്ങനെയുള്ള സങ്കീർണതകളൊന്നും ഉണ്ടാവില്ല. ഏതുപോലെ വെച്ചാല് 921 മാപ്പിളമാർ വെള്ളക്കാരോട് പടവേട്ടിയെ കൊള്ളയും കൊലയും അന്നീ മലബാറിൽ കൊള്ളക്കാരും വെള്ളക്കാരും കാട്ടിയേ. വളരെ ലൈറ്റാണ്. ഇതിന്റെ ഇടക്ക് വേറൊരു ബദറുദ്ദീൻ പറഞ്ഞൂരിനെ പോലുള്ള ഈ പഴയ തനത് പാട്ടുകാരും ഇങ്ങനെ GP പോലുള്ള ഈ പുതിയ പാട്ടുകാരുടെയും ഇടയിൽ, അതാണ് അതിന്റെ ഒരു സൗന്ദര്യം.
അത് മാപ്പിളപ്പാട്ടിന്റെ അതിൻ്റെതായ ഒരു ഇടനിലയിൽ വെച്ചുകൊണ്ട് പാട്ടുകളെ വിന്യസിച്ച് പാടിയെടുക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അത് അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നാണ്. അത് ഇതിനകത്തേക്ക് അപ്പൊ ഒരു സമൂഹത്തിന്റെ സാംസ്കാരികമായ പാരമ്പര്യവും സർഗാത്മകമായ കൾച്ചറൽ ക്യാപിറ്റൽ നമ്മൾ പറയില്ലേ, സാംസ്കാരികമായ മൂലധനവും, ഇത് രണ്ടും നോക്കിയാൽ ആ സമൂഹത്തിന്റെ ചരിത്രം അറിയാമെന്നാണ്. ഒരു നാഗരികതയുടെ ചരിത്രം അന്വേഷിക്കേണ്ടത് അവരുടെ ലിഖിത ചരിത്ര രേഖകളിലല്ല, മറിച്ച് അവരുടെ സർഗാത്മക രചനയിലാണ്. സർഗാത്മക രചനയിൽ വളരെ ആരോഗ്യകരവും പുഷ്ടിയുള്ളതുമായ ഒരു ആവിഷ്കാര സാന്നിധ്യം ദൃശ്യമാണ് എങ്കിൽ ആ സമൂഹത്തിന്റെ ചരിത്രം വളരെ പ്രഫുല്ലമായിരുന്നു എന്ന ഒരു നിരീക്ഷണത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റുന്ന ആ രീതിയിലാണ് ഇതിന്റെ അവതരണം വന്നിട്ടുള്ളത്. അങ്ങനെ വന്നപ്പോൾ അത് എനിക്ക് തോന്നുന്നത് ഇന്നിപ്പം ടിപ്പുവിനെ പറ്റിയുള്ള ഇതിന്റെ ആദ്യമധ്യാന്ത ഭംഗിയിലാണ് പറഞ്ഞിട്ടോ. ടിപ്പുവിന്റെ ഹൈദറിന്റെ കാര്യം പറയുന്നുണ്ട്, ഹൈദറിന്റെ വിവാഹം പറയുന്നുണ്ട്, പിന്നെ ടിപ്പുവിന്റെ ജനനം പറയുന്നുണ്ട്, അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസവും പഠനവും മലബാറിലേക്കുള്ള വരവും. അതൊരു ഒന്നൊന്നര വരവാണ്. ദിൽഖുഷ് എന്നാണ് ടിപ്പുവിന്റെ കുതിരന്റെ പേര്. അപ്പോ നമ്മുടെ പിന്നെ ആ കുതിരക്കുളമ്പടി ഇങ്ങനെ ഇങ്ങോട്ട് വന്നാൽ വല്ലേദിയാത്തി ലബഹം വൽ മൂരിയാത്തി കഥ. ഈ കുതിരക്കൊരു പ്രത്യേകത ഉണ്ട്. അത് ഇതിനകം അദ്ദേഹം പറയുന്നുണ്ട്. ഈ കുതിര പടഭൂമിയിൽ പേടിച്ചോടാത്ത ഒരു ജീവിയാണ് എന്ന് മാത്രമല്ല, അത് ശത്രുവിന്റെ കുതിരപ്പുറത്തിരിക്കുന്ന പടയാളിയെ വെട്ടാൻ വേണ്ടി ഇപ്പുറത്തുള്ള കുതിരന്റെ രണ്ട് കാലിൽ നിന്നും രണ്ടാമത്തെ രണ്ട് കൈ ഇങ്ങനെ പൊക്കി നിന്നൊടുക്കും മറ്റവന്റെ കഴുത്തിന് വെട്ടാൻ വേണ്ടി. അത്ര പടയിൽ ഇത്രയേറെ സഹനത്തോടു കൂടി നിൽക്കുന്ന ഒരു ജീവിയാണ് ഈ കുതിര. ടിപ്പുവിന്റെ കുതിരന്റെ പേര് ദിൽഖുഷ്. ആ കുതിരപ്പുറത്താണ് അദ്ദേഹം താമരശ്ശേരി ചുരം ഇറങ്ങിയിട്ട് ഇങ്ങനെ ഞങ്ങളെ നാട്ടിലൂടെ ഇങ്ങനെ അരീക്കോട് വഴി ഫറൂഖിലേക്ക് പോകുന്നത്. ഫറൂഖ് അദ്ദേഹം ഉണ്ടാക്കിയ അവരുണ്ടാക്കിയ നഗരമാണ്. അതായിരുന്നു മലബാറിൽ ടിപ്പുവിന്റെ തലസ്ഥാനം. അത് അറബി പേരിലുള്ള നാടിന്റെ പേര് മലബാറിൽ വേറെ, കേരളത്തിൽ വേറെ എങ്ങില്ല, വളരെ അത്യപൂർവമേ ഉള്ളൂ. അത് ഒന്ന് ഉമർ ഫാറൂഖിന്റെ പേരിൽ അദ്ദേഹം ഉണ്ടാക്കിയിട്ടതാണ്. അപ്പൊ ആ രീതിയിലൊക്കെ ഇത് വളരെ വിശദമനോഹരമായി ടിപ്പുവിന്റെ ജീവിതത്തെ സൂക്ഷ്മമായി അത് ചില പദങ്ങളൊക്കെ നമ്മൾ അങ്ങോട്ട് വിട്ട് കൊടുത്തത് അതിന്റെ അർത്ഥം അപ്പുറത്തേക്കാണ് പോകും. കേവല ആശയത്തിന്റെ ഒരു വലിക്കത്തിൽ നിൽക്കാതെ ആ വലിക്കം പൊളിച്ച് വളരെ വിസ്തൃതമായ ഒരു സാനുവിലേക്കോ ഒരു സമുദ്രത്തിലേക്കോ അതിനെ കല്ലോലങ്ങളോട് കൂടി ഈ പദങ്ങൾ ആശയത്തെ കൊണ്ടുപോകും. ആ തരത്തിൽ നാസറുദ്ദീൻ ഇതിനെ പിന്നെ പൂർണ്ണമായും ആവിഷ്കരിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ ഒരു നോട്ടം. അപ്പോൾ ഞാനിത് പിന്നെ ഇതിന്റെ ഔപചാരിക എഴുതാൻ വേണ്ടി പലതവണ ഇതിങ്ങനെ വായിച്ചു നോക്കിയപ്പോൾ എനിക്ക് അദ്ദേഹം മൊബൈൽ ഫോണിലത് അയച്ചു തന്നത്. അപ്പൊ ഞാൻ ഈ ഫോണിൽ പേജുകളൊക്കെ ഇങ്ങനെ വായിച്ചെടുത്ത് അപ്പൊ അതിനകത്ത് പദങ്ങൾ കൊണ്ട് ഈ അസ്മാകളെ കൊണ്ട് ഇങ്ങനെ കോർവ കൊറുക്കുക എന്ന് പറഞ്ഞ വലിയൊരു മാപ്പിളപ്പാട്ടുകാർക്ക് മാത്രമേ കഴിയുള്ളൂ. പേരുകൾ കൊണ്ട് അസ്മാകളെ കൊണ്ട് മുത്തും മാണിക്യം കോർത്താൽ എങ്ങനെ ഉണ്ടാവും, അത്ര മനോഹാരിത ഉണ്ടാവും. ഈ പേരുകൾ കൊണ്ട് ഇങ്ങനെ കൊരുത്ത് കെട്ടിയ നല്ല മുല്ലപ്പൂ മാലകളാക്കിയിട്ട്. അപ്പൊ ആ തരത്തിലുള്ള ഒരു 100-300 പേജിലേക്ക് വരുന്ന ടിപ്പുവിന്റെ ആദ്യമധ്യാന്ത ചരിത്ര സൗഭകം എന്ന് നമുക്ക് പറയാവുന്ന തരത്തിൽ ഇത് ഇന്ന് മലയാളികൾക്ക് ലഭ്യമായിട്ടുണ്ട്. ഇതുവരെ ഇല്ലാത്ത നമ്മുടെ ഒരു ചരിത്രാവിഷ്കാരവും ചരിത്ര അന്വേഷണവും ഇവിടെ പൂർണ്ണമാവുകയാണ്. തീർച്ചയായിട്ടും ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട്, ഇനി ഇതിനെ പറ്റിയുള്ള അതിനെ കുഞ്ഞാലി മരക്കാരന്മാര് അപ്പുറത്തേക്കുള്ള ചരിത്ര ആളുകളൊക്കെ പുരുഷന്മാരെയൊക്കെ ഇങ്ങനെ കൊണ്ടുവരുവാനുള്ള കാവ്യരചനയിലൂടെ ആവിഷ്കരിക്കുവാനുള്ള ഒരു ശ്രമം അദ്ദേഹം നടത്തും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അദ്ദേഹം അത് എന്നോട് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് സമയം ഏതാണ്ട് അവസാനിച്ചു. താങ്ക് യു.